നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഭാട ജീവിതത്തിനായി വൻതുക ചെലവിട്ടതോടുകൂടിയുള്ള സാമ്പത്തിക ഞെരുക്കമാണ് ബാങ്ക് കൊള്ളയ്ക്ക് പ്രേരണയായത് എന്ന് പോലീസിനോട് റിജോ ആന്റണി പറയുമ്പോൾ, ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതായും ചോദ്യം ചെയ്യലിൽ റിജോ പോലീസിനോട് പറയുകയാണ്. വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ മകളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഏപ്രിലിൽ നാട്ടിലെത്തുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ചോദിക്കും മുൻപ് ഈ പണയം തിരിച്ചെടുത്ത് നൽകേണ്ടതുണ്ട്. 10 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നുവെന്നാണ് പ്രതി അറിയിച്ചത്. മോഷ്ടിച്ചു കിട്ടിയ പണത്തിൽ 10,000 രൂപ 3 ദിവസം കൊണ്ട് തീർത്തു. മദ്യവും ഇറച്ചിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ വാങ്ങിയാണ് തീർത്തത്. അതുപോലെ തന്നെ ഭാര്യ തിരിച്ചെത്തുന്നത് അറിയിപ്പ് ലഭിച്ച ശേഷമാണ് കവർച്ച ആസൂത്രണം ആരംഭിച്ചത്. ആനനാട് സ്വദേശിയിൽ നിന്നും കടം വാങ്ങിയ 2 ലക്ഷം രൂപയും പലിശയായ 90,000 രൂപയും തിരികെ നൽകാൻ മോഷണ മുതൽ ഉപയോഗിച്ചിരുന്നു. റിജോ പിടിയിലായ വാർത്ത കണ്ട് ഈ സഹപാഠി തന്നെയാണ് തിരികെ ഈ പണം ഞായറാഴ്ച രാത്രി തന്നെ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ടെത്തിച്ചത്. കേസിൽ ഉൾപ്പെട്ട പണമായതിനാൽ തന്നെ പോലീസ് അപ്പോൾ ഏറ്റുവാങ്ങിയില്ല. ഇന്നലെ പ്രതിയുമായി ബിനേഷിന്റെ വീട്ടിലെത്തിയാണ് പണം വാങ്ങിയത്. മേലൂരിലെ തറവാട്ടിൽ താമസിച്ചിരുന്ന റിജോ 2.5 വർഷം മുൻപാണ് ആശാരിപ്പറമ്പിൽ വീട് വാങ്ങിയത്. ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കാൻ ഉപയോഗിച്ച കറിക്കത്തി ഒളിപ്പിച്ചത് അടുക്കളയിലെ കിച്ചൺ സ്ലാബിന്റെ അറയിലാണ്. കവർച്ച സമയത്ത് ധരിച്ച ഹെൽമറ്റ് മറച്ചുവെച്ചത് വീട്ടിലെ കോണിപ്പടിക്ക് ചുവട്ടിലെ പെട്ടിക്കുള്ളിലാണ്. പണം കടത്തിയ ബാഗ് കിടപ്പുമുറിക്കുള്ളിൽ തന്നെയുണ്ട്. നിർണായക തെളിവായി മാറിയ ഷൂസും സ്കൂട്ടറും പോർച്ചിൽ നിന്നും കൂടി കണ്ടെത്തിയതോടുകൂടി പോലീസിനെ വിറപ്പിച്ച് ബാങ്ക് കവർച്ച കേസിലെ ദുരൂഹതകളൊക്കെ തന്നെ മാറുകയായിരുന്നു. കടം വീട്ടാനാണ് കൊള്ള നടത്തിയത് എന്നാണ് റിജോ ആന്റണിയുടെ മൊഴി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ നാട്ടിലേക്ക് അയച്ച പണം സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്തും മദ്യപിച്ചും റിജോ തീർക്കുമ്പോൾ സത്യത്തിൽ ഭാര്യ അവിടെ കിടന്ന ഈ രക്തം വിയർപ്പാക്കിയൊക്കെ തന്നെ അധ്വാനിക്കുന്ന ഘട്ടമായിരുന്നു. എന്തായാലും വീട്ടിൽ നിന്നാണ് റിജോ പോലീസ് പിടിയിലാകുന്നത്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് 15 ലക്ഷം രൂപയാണ് പ്രതി കവർന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ബാങ്കിൽ മോഷണം നടന്നത്. സ്കൂട്ടറിൽ ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചെത്തിയ മോഷ്ടാവ് കത്തികാട്ടി ജീവനക്കാരെ മുറിയിലിട്ട് പൂട്ടി കൗണ്ടറിന്റെ ചില്ല് തകർത്താണ് കവർച്ച നടത്തിയത്. ബാങ്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കൃത്യമായി പ്ലാൻ ചെയ്താണ് കവർച്ച നടത്തിയത്. ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നയാൾ തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് പോലീസിന് കൃത്യമായിരുന്നു. എന്തായാലും 3 മിനിറ്റ് കൊണ്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത്. ഇത്തരം സംഭവ വികാസങ്ങൾ നടത്താനായി പ്രചോദനമായത് വെബ് സീരീസ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 4 സംഘമായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിവരുന്നത്.